പോകുന്നത് ഇടുക്കിയിലേക്കാണ്. ഇടുക്കി ചിന്നക്കനാൽ സൂര്യനെല്ലിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. സൂര്യനെല്ലി ടൗണിന് സമീപത്താണ് കാട്ടാന ഇറങ്ങിയത്. ഇന്ന് രാവിലെ സൂര്യനെല്ലി സിംഗുകണ്ടത്ത് യുവതി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. RRT സംഘം സ്ഥലത്തെത്തി ആനയെ തുരത്താനുള്ള ശ്രമം തുടരുകയാണ്. മുഹമ്മദ് ആഷിഖ് വിശദാംശങ്ങളുമായി. ആഷിഖ്, വലിയ ആശങ്കയിൽ, വലിയ ദുഃഖത്തിൽ ആ പ്രദേശം ഒന്നാകെ നിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ സിംഗുകണ്ടത്തിന് സമീപം വീണ്ടും കാട്ടാന ഇറങ്ങിയിരിക്കുന്നത്. ഈ കാട്ടാനെ അവിടെ നിന്ന് തുരത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ശ്രമങ്ങൾ എങ്ങനെ തുടരുന്നു അവിടെ? സൈഫുദ്ദീൻ, ഞാനിപ്പോൾ നിൽക്കുന്നത് സൂര്യനിലേക്ക് സമീപമാണ്. ഇവിടെ തൊട്ടടുത്താണ് ഇന്ന് രാവിലെ ദാരുണമായ സംഭവം നടന്നത്. മകന്റെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് അമ്മയെ കാട്ടാന കൊലപ്പെടുത്തിയത് ഈ പ്രദേശത്താണ്. ഇവിടെയാണ് ഇപ്പോൾ വീണ്ടും കാട്ടാന ഇറങ്ങിയിരിക്കുന്നത്. നമുക്ക് മുമ്പിൽ കാണുന്ന യൂക്കാലി മരങ്ങളുടെ കാടിനുള്ളിൽ ആ ദൃശ്യങ്ങളിൽ നമുക്കത് വ്യക്തമായി കാണാം. ആന അതിനുള്ളിൽ നിൽക്കുന്നുണ്ട്. ആ ആനയാണ് ഇന്ന് രാവിലെ ആക്രമണം നടത്തിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ RRT സംഘം അടക്കം തമ്പടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആനയെ എത്രയും വേഗം ഇവിടുന്ന് തുരത്തുക എന്നുള്ളതാണ് RRT സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ജനവാസ മേഖലയാണ്, തൊട്ടടുത്തടക്കം ആളുകൾ താമസിക്കുന്ന സ്ഥലവുമാണ്. ആന ഇവിടെ സ്ഥിരമായി തന്നെയും സഞ്ചരിക്കാറുള്ളതാണ് എന്നുള്ളതാണ് നാട്ടുകാർ തന്നെയും പറയുന്നത്. ഇന്ന് രാവിലെ ഒരാക്രമണത്തിൽ ഒരു ജീവൻ പൊലിയുന്ന സാഹചര്യം അടക്കം ഉണ്ടായത് ഇവിടെയാണ് എന്നുള്ളത് നമുക്ക് നാട്ടുകാരോട് ചെയ്യും. ചേട്ടാ, ഈ ആന ഇവിടെ സ്ഥിരമായിട്ടുള്ളതാണോ? സ്ഥിരമായിട്ട് ഇവിടെ വരുന്നതാണ്. സുരേഷ് ഭായ്, നാട്ടുകാർ വളരെ ആശങ്കയിലാണ് സൈഫുദ്ദീൻ. ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ഥിരമായി തന്നെയും ആനയുടെ സാന്നിധ്യം അനുഭവപ്പെടുന്ന പ്രദേശമാണ്. ഇവിടെ തൊട്ടടുത്താണ് ജനവാസ മേഖല. സൂര്യനെല്ലി ടൗൺ അടക്കം ഈ പ്രദേശങ്ങളിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. എങ്ങനെയാണ് ഈ ആനയെ സ്ഥിരമായിട്ട് ഈ പ്രദേശത്ത് ആന ഉള്ളതാണോ? സ്ഥിരമായിട്ട് ഈ പ്രദേശത്ത് ആനയൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇത് രാവിലെ അവര് സ്കൂളിൽ ആ കൊച്ചിനെ വിടാൻ വന്നിട്ട് വരാൻ നേരത്ത് തന്നെ ഇവര് കണ്ടിട്ടില്ല. റോട്ടി ഇറങ്ങി അങ്ങനെ പോയി, അങ്ങനെ ഇതായി പോയതാ. ഈ ആനയാണോ ആക്രമണം നടത്തിയത്? ഈ ആന ഇത് തള്ളയും കുട്ടിയും ഉണ്ട്. നേരത്തെ ഇവിടെ ഈ അരിക്കൊമ്പനൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം തന്നെയല്ലേ ഇവിടെ? ഈ സ്ഥലത്തിലാ. അരിക്കൊമ്പന്റെ കൂടെയുള്ള ആനയായിരുന്നു അത് കൂടെ ഉള്ള ആന. അത് കൂടെ ഉള്ള ആനയാ. അതിന്റെ കൂടെ ഉള്ള ആനയാണ് സംഭവം. അരിക്കൊമ്പന്റെ കൂടെ ഉണ്ടായിരുന്ന ആനയാണ്. അതാണ് ഇപ്പോൾ ആക്രമണത്തിന്. രാവിലെ എന്താ സംഭവിച്ചത്? രാവിലെ അവര് ഡ്യൂട്ടിക്ക് വരുന്ന സമയത്ത് കൊച്ചിനെ സ്കൂളിൽ വിടാൻ വേണ്ടി വന്നത്. അവര് വരുമ്പോ അപ്പൊ ആനയെ ശ്രദ്ധിച്ചില്ല. നല്ല മഴയായിരുന്നു. അപ്പൊ കൊടയായിട്ട് വരുമ്പോ ആന നിന്നും അവർ കണ്ടില്ല. അപ്പോഴാണ് ആക്രമണം നടന്നത്. കുട്ടിയുടെ മുമ്പിൽ വെച്ചായിരുന്നു ആക്രമണം? കുട്ടിയുടെ മുമ്പിൽ. കുട്ടിക്കും പരിക്കുണ്ട്. കുട്ടീനെ ഹോസ്പിറ്റലിൽ അടിമാലി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുക. കുട്ടിയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? ഇപ്പൊ നിലവില് ന്യൂസ് ഒന്നും കിട്ടിയിട്ടില്ല, അപ്ഡേറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ഹോസ്പിറ്റലിലാണ് അറിഞ്ഞത്. തീർച്ചയായും സൈഫുദ്ദീൻ, നമുക്ക് ഇവിടുത്തെ ഒരു സാഹചര്യം വളരെ ഭീതിതമായ ഒരു സാഹചര്യമാണ്. തൊട്ടടുത്ത് തന്നെ ടൗൺ അടക്കം നിൽക്കുന്ന പ്രദേശമാണ് എന്നുള്ളതാണ്. ജനവാസ മേഖലയാണ്, ആളുകൾ തമ്പടിച്ച് താമസിക്കുന്ന പ്രദേശമാണ്. അവിടെയാണ് ഇപ്പോൾ കാട്ടാന തമ്പടിച്ചിരിക്കുന്നത്. രാവിലെയാണ് ദാരുണമായ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ്. ഇപ്പോഴും കാട്ടാന ഇവിടെ തുടരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ കഴിയുമെന്നുള്ളതാണ്. ഈ മേഖല അത്രയും കാട്ടാനകൾ നിരന്തരം സഞ്ചരിക്കുന്ന പ്രദേശമാണ് എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ സാഹചര്യം. ആളുകൾ താമസിക്കുമ്പോൾ അവരുടെ സുരക്ഷയ്ക്ക് യാതൊരു വിലയുമില്ലാത്ത നിലയിൽ അവർക്കിടയിലൂടെ ആനകൾ സഞ്ചരിക്കുന്ന, കാട്ടാനകൾ സഞ്ചരിക്കുന്ന പ്രദേശമാണ്. മുൻപ്